ഇന്ന് വളരെ സാധാരണമായിട്ട് കാണപ്പെടുന്നതും അതുപോലെ ഒരുപാട് പേർക്ക് അതൊരു ആശങ്ക പുലർത്തുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. അതാണ് 2-3 ആഴ്ച കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ്. അത് നിർത്താതെ നമുക്ക് ചുമ അല്ലെങ്കിൽ കഫ്, ഒരു പെർസിസ്റ്റന്റ് കഫ് ഇപ്പോൾ ഈയിടെ കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട്. ഞാൻ ഡോക്ടർ ഹരിപ്രിയ, കൺസൾട്ടന്റ് മെഡിക്കെയർ ഹോമിയോപ്പതി ക്ലിനിക്, വാണിയമ്പലം. ഈ ഒരു പെർസിസ്റ്റന്റ് കഫ്, ഈ നീണ്ടു നിൽക്കുന്ന ഈ ഒരു ചുമ ഈ കാലത്ത് കൂടുതലായിട്ട് പരാതിപ്പെടുന്നുണ്ട്. ഒരുപാട് പേഷ്യൻസ് വന്നിട്ട് ഡോക്ടറെ 1 മാസത്തോളമായി ഒരു ചുമ മാറുന്നില്ല, 2-3 ആഴ്ചയായി ഒക്കെ പറയാറുണ്ട്. ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ചുമേൻ്റെ കാരണം നമ്മൾ ഒരു അലർജി കണ്ടീഷൻ, നമുക്ക് ചിലപ്പോൾ ഈ ഒരു ചുമ ഒരാഴ്ച കൂടുതലാണെങ്കിൽ നമുക്കത് നമ്മൾ തന്നെ നിയന്ത്രിക്കാവുന്നതാണ്. 2-3 ആഴ്ച കൂടുതൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു ഡോക്ടറെ സമീപിച്ച് കൺസൾട്ടേഷൻ ചെയ്യേണ്ടതാണ്, നിർബന്ധമാണ്. ഈ ചുമ എന്നത് നമ്മുടെ ശരീരത്തിലൊരു പ്രൊഡക്റ്റീവ് ഒരു റിഫ്ലെക്സ് കാണിക്കുന്നതാണ്. നമ്മൾ എന്തെങ്കിലും നമ്മുടെ ശ്വാസകോശത്തിൽ എന്തെങ്കിലും ഒരു അവയവം കുടുങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് പുറം തള്ളാൻ വേണ്ടി ഒരു ബോഡി തന്നെ ഒരു റിഫ്ലെക്സ് കാണിക്കുന്നതാണ് ഈ ഒരു ചുമയായിട്ട്. അതൊരു അസുഖമല്ല, നമുക്ക് എന്തൊരു സിംറ്റം, ഒരു സിഗ്നൽ തരുന്നതാണ് ഈ ഒരു ചുമ. ഈ ഒരു ചുമേൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് അലർജി. നമുക്ക് ചിലവർക്ക് പൊടി അലർജി ആയിരിക്കും. അലർജിക്ക് കാരണം ഈ ഒരു ചുമ ഉണ്ടാവാം. ഇല്ലെങ്കിൽ നമ്മൾ പൂമണി അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് കാരണം, ഇല്ലെങ്കിൽ വൂളൻ അല്ലെങ്കിൽ ക്ലോത്ത്സ്, അല്ലെങ്കിൽ ഓരോ നാരുകൾ കാരണം സ്മെല്ല് തട്ടിയിട്ട് അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂം കാരണമൊക്കെ ഈ ഒരു അലർജിക് കണ്ടീഷൻ ഉണ്ടാവും. ഇത് നീണ്ടൊരു ചുമയ്ക്ക് ഒരു കാരണമാണ്. രണ്ടാമതായിട്ട് നമ്മൾ ആസ്മ, നമ്മളെ ശ്വാസം മുട്ടൽ ഉള്ളവരിലും ഈ ഒരു ചുമ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. വീസിങ് പോലെ വലിവ് വരുന്നതും ഒക്കെ ഒരു ചുമയ്ക്ക് ഒരു കാരണമാണ്. മൂന്നാമതായിട്ട് GERD, നമ്മളെ അസിഡിറ്റി അല്ലെങ്കിൽ ആസിഡ് റിഫ്ലക്സ് കാരണം നമ്മളെ തൊണ്ടയിൽ എപ്പോഴും ഒരു ക്ലിയർ ആക്കാനും അതിലൊരു ചുമ, നമുക്കൊരു തൊണ്ടയിൽ എന്തോ ഒരു കെട്ടി നിൽക്കുന്ന പോലെ അത് കാരണം ചുമ ഉണ്ടാവാനും ഒരു കാരണമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചുമ കാണുമ്പോൾ അത് ചുമ എന്നുള്ളൊരു അസുഖമല്ല, അത് എന്തിൻ്റെ ഒരു സിഗ്നൽ ആയിട്ടാണ് നമുക്കത് കണ്ടുവരുന്നത്. പിന്നീടുള്ള കാരണങ്ങളാണ് നമുക്ക് സ്മോക്കിംഗ് അല്ലെങ്കിൽ പൊല്യൂഷൻ കാരണം. നമ്മൾ ഒരുപാട് സ്മോക്കിംഗ് ചെയ്യുന്നവരിലും ഈ ഒരു ചുമ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പെർസിസ്റ്റന്റ് കഫ് കണ്ടുവരുന്നുണ്ട്. അതുപോലെ പോസ്റ്റ് വൈറൽ ഫീവർ, ഒരു പനിക്ക് ശേഷം 2-3 ആഴ്ചത്തോളം നീണ്ടു നിൽക്കുന്നതും ഈ ഒരു ചുമ കണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നീട് ഒരു കാരണമാണ് പോസ്റ്റ് നേസൽ ഡ്രിപ്പിംഗ് എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മളെ മൂക്കിൽ നിന്ന് തൊണ്ടയിലേക്ക് ഒരു സ്രവം ഇറങ്ങി വരുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും ത്രോട്ട് ക്ലിയറിങ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. ഇതും ഈ ഒരു ചുമയ്ക്ക് ഒരു കാരണമാണ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ചുമ ഒരാഴ്ച കൂടുതലാണെങ്കിൽ നമ്മൾ തന്നെ ശ്രദ്ധിക്കാവുന്നതാണ്. നമുക്ക് വീട്ടിൽ തന്നെ 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച കൂടുതൽ കണ്ടുവരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അത് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് നിർബന്ധമാണ്. ഇനി നമുക്ക് ഈ ചുമ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എന്തൊക്കെ പരിഹാരം ചെയ്യാമെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നിങ്ങൾ ചൂടുവെള്ളം മാത്രം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമതായിട്ട് നമുക്ക് ഇഞ്ചിയും തേനും ഒരു മിക്സ് ആക്കിയിട്ട് അത് നമുക്ക് ഇടയ്ക്ക് ഒരു സ്പൂണ് വീതം കഴിക്കുമ്പോൾ നമുക്ക് ഈ തൊണ്ടയിലൊരു ക്ലിയറിങ് ചെയ്യുന്ന തൊണ്ടയ്ക്കൊരു ആശ്വാസം കിട്ടാനും ചുമ കുറയാനും സഹായിക്കുന്നതാണ്. അതുപോലെ നമ്മൾ സ്റ്റീം ഇൻഹലേഷൻ, ആവി പിടിക്കുന്നത് വഴി നമുക്ക് ഈ ചുമേൻ്റെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ പൊടിയായിട്ട് നമ്മൾ കൂടുതൽ എക്സ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മാസ്ക് യൂസ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. അതുപോലെ ഈ ഒരു പെർസിസ്റ്റന്റ് കഫ് നമ്മൾ സ്മോക്കിംഗ് ചെയ്യുന്നവരിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സ്മോക്കിംഗ് എന്തായാലും നിർബന്ധമായിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഇനി OPയിൽ ഒരുപാട് പേര് വരുന്നുണ്ട് ചുമ കാരണം. ചിലവർക്ക് ഡ്രൈ കഫ് ആയിരിക്കും, ചിലവർക്ക് രാത്രി ആയിരിക്കും കൂടുതലായിട്ട് ചുമ ഉണ്ടാകുന്നത്, ചിലർക്ക് പകൽ സമയത്തായിരിക്കും ചുമ ഉണ്ടാകുന്നത്, ചിലർക്ക് തണുപ്പ് തട്ടുമ്പോഴായിരിക്കും ഈ ഒരു ചുമ കണ്ടുവരുന്നത്. അപ്പോൾ ചിലവർക്ക് കഫ് ഉള്ള പോലത്തെ ചുമയായിരിക്കും. പല രീതിയിലായിരിക്കും ഇത് കാണപ്പെടുന്നത്. ഞാൻ ഈ പറയുന്ന ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഡിലേ ആക്കരുത്. ഉറപ്പായിട്ടും നിങ്ങൾ ഒരു ഡോക്ടറെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ ചുമ ഒരു 2-3 ആഴ്ച കൂടുതൽ നീണ്ടു നിൽക്കുക, 1 മാസത്തോളം നീണ്ടു നിൽക്കുക. അതുപോലെ നമ്മൾ ചുമയ്ക്കുമ്പോൾ നമ്മളെ ഒരു കഫത്തിൽ രക്തം കലർന്ന് കാണപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഭാരം കുറയുക, എങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ചുമ നിർത്താണ്ട് ഛർദിയും അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. ഈ ഒരു ചുമ പല രീതിയിൽ കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞു. ചിലവർക്ക് അസിഡിറ്റി മൂലവും ഈ ഒരു ചുമ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ രാത്രി ഒരുപാട് ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു ചുമ നമുക്ക് ഹോം റെമഡീസ് കൊണ്ട് മാത്രം നിങ്ങൾ നിൽക്കരുത്, ഉറപ്പായിട്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. ഈ ഒരു പെർസിസ്റ്റന്റ് കഫ്, ഈ നീണ്ടു നിൽക്കുന്ന ചുമ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ
എനിക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇനി മറ്റു ഹെൽത്ത് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.